വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മാതളി നാരങ്ങ ഉപയോഗിച്ച് നാരങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മുറി നാരങ്ങ, ഇത്രയും നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെക്കണം. പുളി പിഴിഞ്ഞ് വെച്ചു, നാരങ്ങ മുറിച്ച് വെച്ചു. ഇനി നാരങ്ങയിൽ കുറച്ച് ഉപ്പ്, കുറച്ച് പറഞ്ഞാൽ ഉപ്പ് നാരങ്ങക്ക് ഒരിക്കലും കൂടുതലാവില്ല. നാരങ്ങക്ക് എരിവും പുളിയെല്ലാം കൂടുതലുള്ളത് കൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതൽ വേണ്ട ഒരു കറിയാണ്. ഇനി ഈ ഉപ്പൊന്ന് തിരുമ്മി വെക്കാം, യോജിപ്പിച്ചാൽ മതി, ഇത്രയും മതി. ഇനി മുളക് പൊടി പിന്നെ ചെറു ചൂടിൽ ഈ ചീനച്ചട്ടി ഞാൻ തോർത്തിയതാണ്, വെള്ളം തോർത്തി കളഞ്ഞതാണ്. ഒരു 3-4 ടീസ്പൂൺ ടേബിൾ സ്പൂൺ എടുക്കാം. ഇത് സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നാരങ്ങക്കറി വെക്കുമ്പോൾ ഉപയോഗിച്ചാൽ കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടും. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ എരിവുള്ള മുളക് പൊടി. ഇനി ഇതൊന്ന് ചെറിയ ചൂടാക്കി എടുക്കണം. ചെറുതീയിൽ മുളക് പൊടി ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല. വളരെ തീ കുറച്ചിട്ടാണ് ഞാൻ ചൂടാക്കുന്നത്. കരിയും ചെറു കളറും കുറഞ്ഞു പോകും. കളറ് കുറഞ്ഞാൽ നാരങ്ങക്ക് കറുപ്പടിക്കും. ഇത്രത്തോളം മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്നില്ലെങ്കിലും പുളിവെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കട്ടെ. ഇതിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളിവെള്ളം. ഇനി ഇത് നല്ലോണം തിളച്ച് കുറുകണം. ഇത് കുറുകുന്ന സമയം നമുക്ക് ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കണം. കരണ്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഇഞ്ചി ഒന്ന് കുറച്ച് ഫ്രൈ ആയിട്ട് തന്നെ വരണം. പച്ച ഇഞ്ചി ആയിപ്പോലും. നമ്മുടെ മുളക് വെള്ളം ഇത് കുറുകി വരുന്നുണ്ട്, പുളിവെള്ളം. ഇഞ്ചി ഫ്രൈ ആയിട്ട് വന്നു. ഇനി ഈ സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഒരു പദം വന്നാൽ മതി. ഉള്ളിക്കെല്ലാം ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇല്ല, ഒരു പകുതി വേവ് പോലെ ഒന്ന് ചൂടായാൽ മതി. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കരത്തിലുണ്ടായതാ, ഇത്ര പോരം കുറുകി. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റായി. ഇനി നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങയുടെ കൂടെ തന്നെ ഒരാണി വെല്ലം, കറിവേപ്പില കുറച്ച് കൂടുതൽ. സദ്യക്കെല്ലാം വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുക ചെയ്യുക. ഇനി ഒരു അരൂന്ന് തിളക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിൽ കറി തിളക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഒരു 1.25 ടീസ്പൂണ് കായപ്പൊടി ചേർത്തിന്, അത് പറയാൻ മറന്നു.
കൂടുതൽ സമയം തിളച്ചാൽ നാരങ്ങ കയ്ക്കും. പിന്നെ ഓരോ നാരങ്ങക്കും കയ്പ്പിൽ വ്യത്യാസമുണ്ട്. അന്നേരം ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം. കയ്പ്പ് നല്ലോണം ഉള്ളതാണെങ്കിൽ നല്ല 2 അണി വെല്ലമെല്ലാം ചേർക്കാം. ഞാനിതിൽ 1 അണി വെല്ലമാണ് ചേർത്തിട്ടുള്ളത്. കയ്പ്പൊന്നുമില്ല ഈ നാരങ്ങക്ക്. ഇതിന് തണുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടും. ഇനി വറുത്ത് ചേർക്കണം. ഇഞ്ചി വഴറ്റി അതേ കരണ്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 2 ഉണക്കമുളകും ചേർത്ത് കൊടുത്തു. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ഇപ്പം തന്നെ കൊഴുപ്പുണ്ടാവും. ഇത് തണുക്കുമ്പം കൊഴുപ്പുണ്ടാവണ്ട. വറക്കുന്ന സമയം കൊണ്ട് തന്നെ കുറച്ച് കൊഴുത്തും. ഇത് 3-4 കുപ്പികളിൽ ആക്കി വെച്ചാൽ 1 മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ചാൽ ഉപയോഗിക്കാം. പുളിവെള്ളം കുറേ സമയം ഇങ്ങനെ കുറുക്കിയെടുത്തതാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് തന്നെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. നന്നായിട്ട് പുളീൻ്റെ വെള്ളം കുറുകണം. ഇത് അധിക സമയം കുറുക്കിയില്ല. നാരങ്ങക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. കയ്പ്പൊന്നുമില്ല. ഞാൻ ഉപ്പ് എരിവെല്ലാം നോക്കി. ഒരു കഷ്ണം നാരങ്ങ കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.